മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങുകയാണ്. ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തിയില്ല. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലാണെന്ന് എം വിജിൻ MLA പറഞ്ഞു. രക്ഷാദൌത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇപ്പോൾ സ്ഥലത്ത് കാണാനില്ല. രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താല്പര്യമില്ലെന്നും എം വിജിൻ MLA ആരോപിക്കുന്നു. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അരുൺ, എം വിജിൻ MLA പറയുന്നത് ഈ രക്ഷാദൗത്യം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നാണ്. മാത്രമല്ല ഒരൊറ്റയാളെ പോലും അവിടെ കാണുന്നില്ല. നാവികസേനാ സംഘം മടങ്ങിപ്പോയിരിക്കുന്നു. രക്ഷാദൗത്യം തുടരും എന്നറിയിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥരെയും അവിടെ കാണാനില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇനി ഈ തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ടോ? തിരച്ചിൽ അവസാനിപ്പിച്ചു? ഗോപികൃഷ്ണൻ, ഇപ്പോൾ എം വിജിൻ MLA പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ എത്തി, നമ്മളിപ്പോൾ ഈ അപകട സ്ഥലത്തുണ്ട്. അവിടെ എത്തി കാണുന്ന കാഴ്ചയും അത് തന്നെയാണ്. രക്ഷാ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും ഇവിടെയില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടോ പോലീസിന്റെ ഒരു 2-3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ ഈ അപകട സ്ഥലത്തുള്ളത്. പുഴയിൽ ഒരു തരത്തിലുള്ള തെരച്ചിലും നടക്കുന്നില്ല. കരയിലും എന്തെങ്കിലും ഒരു JCB ഉപയോഗിച്ച് അവർ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവൃത്തി മാത്രമാണ് നിലവിൽ നടക്കുന്നത്. രക്ഷാപ്രവർത്തനം അവസാനിച്ച മട്ട് തന്നെയാണ് നിലവിൽ നമുക്ക് ഇവിടുന്ന് ഈ സ്ഥിതി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. നേരത്തെ രാവിലെ നേവിയുടെ ഒരു സംഘം ഇവിടെ എത്തിയിരുന്നു. അവർ ഈ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ആ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നെങ്കിൽ പോലും നേവിയുടെ സംഘം ഇപ്പോൾ കാർവാറിലേക്ക് മടങ്ങി എന്നതാണ് ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ഇന്നലെ തന്നെ കേരളത്തിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതല്ല. കർണാടകയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന വിമർശനം അവർ ഉയർത്തിയിരുന്നു. ഇന്നലെ MLA മാർ അതോടൊപ്പം തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. നിലവിൽ അത് ആ വിമർശനം സാധൂകരിക്കുന്നുള്ള കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് ഈ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം ഇതിന്റെ ഒരു പരിശോധന ആവശ്യമാണ്, സാങ്കേതിക പരിശോധന ആവശ്യമാണ്. ഇത്ര അടിയൊഴുക്കുള്ള ഈ പുഴയിൽ നിലവിൽ ഈ 6 നോട്ടിലേക്ക് അടിയൊഴുക്കുള്ള ഈ പുഴയിൽ ആ ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മഴ മാറി നിൽക്കുന്നതിനാൽ അടിയൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞാൽ മാത്രമേ ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് ഇവിടെ എത്തിച്ചിട്ട് കാര്യമുള്ളൂ എന്നതാണ്. അവർ ഇവിടെ വന്ന് പരിശോധിച്ച് ഈ അടിയൊഴുക്ക് ഉൾപ്പെടെ നിലവിൽ പുഴയുടെ സ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തില്ല. അല്ലെ എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനത്തെ സംബന്ധിക്കുന്ന വേറെ എന്തെങ്കിലും ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടില്ല എന്നതും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ അർജുനെ ഉൾപ്പെടെ കാണാതായിട്ട് 14-ാം ദിവസം നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്ക നൽകുന്നതാണ്. ഇന്നലെ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണോ ഉണ്ടാകുന്നുവെന്ന സംശയം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് നിലവിൽ. പക്ഷേ അരുൺ, ഇവിടെ നിന്ന് കേരള കാർഷിക സർവകലാശാലയിലെ ഒരു വിദഗ്ധ സംഘം ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഡ്രഡ്ജർ ഇറക്കി പരിശോധന നടത്താൻ ഉള്ള ഒരു സാധ്യത ഈ മണ്ണിനടിയിൽ അങ്ങനെ ഈ ഒഴുക്കിനിടയിൽ അത് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ആ യാത്ര വിഫലമാണെന്നാണോ? കൃഷ്ണൻ, അവരെന്തായാലും എത്തി പരിശോധന നടത്തും. ആ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതിനു ശേഷം മാത്രമേ തൃശ്ശൂരിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് യൂണിറ്റ് ഇങ്ങോട്ട് എത്തിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് അവർ തന്നെ അതിന്റെ സാങ്കേതിക വിദഗ്ധർ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു 4 നോട്ട് അടിയൊഴുക്കിന് ശക്തിയുള്ള പുഴകളിൽ അവർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട്
അവർ ഈ പുഴയിൽ ഇത് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഉൾപ്പെടെ പ്രവൃത്തിയിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് എന്ന് പറയുന്നത് 6 നോട്ടിന് മുകളിലാണ്. അതോടൊപ്പം തന്നെ ഈ പുഴയിൽ അതിനപ്പുറത്തേക്കുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ 132 മീറ്റർ അകലെയാണ് നമുക്ക് 4ാമത്തെ സ്പോട്ട് ഉള്ളത്. അതായത് കരയിൽ നിന്ന് 132 മീറ്റർ ഉണ്ട്. അപ്പോൾ എത്രത്തോളം അത് ഈ യന്ത്രം എത്തിച്ച് ഇത് പ്രായോഗികമായി നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും സംശയമുണ്ട്. പക്ഷേ നമ്മളത് സ്ഥിരീകരിക്കാനായിട്ടില്ല. അത് പരിശോധിക്കേണ്ടത് അവരുടെ സാങ്കേതിക സംഘമാണ്. അവർ പരിശോധിച്ചതിന് ശേഷം അതിലൊരു അന്തിമ തീരുമാനം എന്തായാലും അറിയിക്കും. അതിലും വലിയ പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, കേരള സർക്കാർ ഔദ്യോഗികമായി തന്നെ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജുനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത് വരെ തിരച്ചിൽ തുടരണം എന്നുള്ളത്. അതിന് ഔദ്യോഗികമായ മറുപടി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കുടുംബം ഇപ്പോഴും കാത്തിരിപ്പിലാണ്. മകൻ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പിൽ അമ്മ ഷീല അവിടെയുണ്ട്, സഹോദരങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെയും അഭ്യർത്ഥന ദയവായി ഈ പരിശോധന അവസാനിപ്പിക്കരുതേ, അർജുനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നതുവരെ എന്നതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ എന്നതും ഒരു പ്രശ്നമാണ്. മൂന്നാമത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ബന്ധുക്കൾ, അതായത് സഹോദരനും ഭാര്യ സഹോദരനും ഒക്കെ അവിടെ ഉണ്ട്. അവരാരെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? കാരണം അവരും പറഞ്ഞത് അർജുനെ കുറിച്ചുള്ള വിവരവുമായി മാത്രമേ നാട്ടിലേക്ക് മടങ്ങൂ എന്നാണ്. അവർ ഈ സന്ദർഭത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അവർ തീർച്ചയായും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ ജിതിൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇവിടെയുണ്ട്. അവർ നേരത്തെ തന്നെ അവർ പറഞ്ഞത് ഈ താൽക്കാലികമായി ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞത് ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനങ്ങളിലുള്ള പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നത് അവർ വ്യക്തമാക്കിയതാണ്. പക്ഷെ അവർ ഇവിടുന്ന് മടങ്ങിയിട്ടില്ല. അവർ ഇവിടെ കാത്തിരിക്കുകയാണ്. നിലവിൽ എന്തെങ്കിലും ഒരു ഹോപ്പ്, എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമോ ഇവിടെ നടക്കുമോ എന്ന ഒരു കാത്തിരിപ്പ് മാത്രമാണ് നിലവിലുള്ളത്. പക്ഷെ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ നിലവിൽ ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രക്ഷാ ദൗത്യ സംഘത്തെ മുഴുവൻ പിൻവലിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേവിയില്ല, NDRF ഇല്ല, SDRF ഇല്ല, അത്തരത്തിലുള്ള ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല എന്നത്. ഇന്നലെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞത് തിരച്ചിൽ എങ്ങനെ തുടരണം, അതോ തിരച്ചിൽ തുടരണമോ എന്ന കാര്യം കർണാടക സർക്കാർ തീരുമാനിക്കും, അവരറിയിക്കുന്നതനുസരിച്ചിട്ട് തുടർ നടപടികളിലേക്ക് കടക്കും എന്നായിരുന്നല്ലോ. അതായത് കർണാടക സർക്കാർ തിരച്ചിൽ അവസാനിപ്പിച്ചു, ഈ സംഘം മടങ്ങട്ടെ എന്ന തീരുമാനമെടുത്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത് അവർ ഈ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതല്ല, അതിൽ നിലവിൽ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ തെരച്ചിൽ പുനരാരംഭിക്കും. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലും മഴക്കുള്ള ശക്തമായ സാധ്യത അവർ മുന്നിൽ കാണുന്നു. അത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലം MLA, കാർവാർ MLA ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 2 ദിവസമായി അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ ഷിരൂരിലുണ്ട്. മഴ മാറി നിൽക്കുന്നു. നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഈ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. പക്ഷേ അടിയൊഴുക്ക് ഈ എന്തെങ്കിലും അടിയൊഴുക്കിൽ കുറവുള്ളതായി അത്തരത്തിലുള്ള സ്ഥിരീകരണമില്ല. നിലവിൽ 6 നോട്ടിൽ തന്നെയാണ് അടിയൊഴുക്ക് തുടരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു ശ്രമം, കൂടുതലായിട്ടുള്ള ഒരു ശ്രമം ഇന്നലെ ഈ താൽക്കാലികമായി അവസാനിപ്പിച്ചതിന് ശേഷം ഇത് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ശ്രമം കർണാടകയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന കേരളത്തിന്റെ വിമർശനം പൂർണ്ണമായും ശരിവെക്കുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ. നിലവിൽ വിജിൻ MLA, അതോടൊപ്പം തന്നെ രാജഗോപാലൻ MLA ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട്. അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തുകയും അവർ ഈ സംബന്ധിക്കുന്ന അവരുടെ ആശങ്ക, അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരണമില്ല. ആകെ ഉള്ള നമ്മുടെ പ്രതീക്ഷ എന്നുള്ളത് ഈ ഡ്രഡ്ജിംഗ് സംവിധാനം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ശരി അരുൺ, ഇതിനകത്തൊരു സംശയം, അങ്ങനെ ഔദ്യോഗികമായി അർജുനും മറ്റു 3 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും കേരള സർക്കാരിനെയും അതുവഴി കോഴിക്കോട്ട് ഈ അർജുനു വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന, ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെയും അറിയിക്കേണ്ടതാണ്.
അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു താൽക്കാലികമായ ഒരു വിഡ്രോവലാണോ എന്ന കാര്യവും നമുക്ക് പരിശോധിക്കണം. അരുൺ, ഏതായാലും ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അരുൺ പൂപ്പറമ്പ ശിരൂരിൽ നിന്ന് നൽകിയത്. നാവികസേന പരിശോധന അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. പുഴയിൽ പരിശോധന ഇന്ന് നാവിക സംഘം നടത്തിയിട്ടില്ല. മാത്രമല്ല, അവർ സംഭവ സ്ഥലത്ത് മടങ്ങിയിരിക്കുന്നു. വിജിൻ MLA അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരൊറ്റയാളെ പോലും ഇവിടെ കാണുന്നില്ല, ഒരു രക്ഷാദൗത്യവും ഇവിടെ നടക്കുന്നില്ല, എല്ലാം അവസാനിപ്പിച്ച മട്ടാണ്. മാത്രമല്ല, ഇത് നടത്തേണ്ട ആളുകൾ, ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ആരെയും ഇന്ന് ഈ ദൗത്യ മേഖലയിൽ കാണുന്നില്ല എന്നതാണ്. നമുക്കറിയാം, അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ആ അപകടം നടന്ന പാത, ദേശീയപാത അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു പ്രവൃത്തിയും അവിടെ നടക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം അരുൺ പൂപ്പറമ്പ് നൽകുന്നു. കേരളം തുടർച്ചയായി ആവശ്യപ്പെടുന്നത് അർജുൻ അടക്കമുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നതുവരെ, എന്തെങ്കിലും സൂചനയെങ്കിലും കിട്ടുന്നതുവരെ തിരച്ചിൽ തുടരണമെന്നതാണ്. ഇത് ആവശ്യവും അഭ്യർത്ഥനയും കുടുംബം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇതിനൊന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണമോ മറുപടിയോ കർണാടക സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ കാര്യങ്ങളിൽ ഒന്നുകൂടി വ്യക്തതയും തെളിച്ചവും ആവശ്യമാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു ശിരൂരിൽ.